ബിസിനസ് ടൈക്കൂണായി അറിയപ്പെട്ട ബോബി ചെമ്മണ്ണൂരും അദ്ദേഹം കെട്ടിപ്പൊക്കിയ സംരംഭങ്ങളും ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ്. സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റവും പൊതുവേദികൾ നടത്തിയ വിവാദ പരാമർശങ്ങളുമാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത്. ഈ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ദിശയെ ഗുരുതരമായി സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ കേസ് വ്യക്തിപരമാണെന്നും ബിസിനസിനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നുമാണ് ചെമ്മണ്ണൂർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന വിശദീകരണം. സ്വർണ്ണ കച്ചവടത്തിൽ നിന്ന് തുടങ്ങി ബോബി ചെമ്മണ്ണൂർ റിയൽ എസ്റ്റേറ്റ്, ചിട്ടികൾ, ഷാപ്പുകൾ, തേയിലക്കച്ചവടം തുടങ്ങിയ വിവിധ മേഖലകളിലേക്കാണ് നിമിഷ നേരം കൊണ്ട് തന്റെ സാമ്രാജ്യത്തെ വ്യാപിപ്പിച്ചത്. തീവ്രമായ സെൽഫ് മാർക്കറ്റിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ രഹസ്യം. ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ വിവിധ പദ്ധതികളിലൂടെ സാധാരണ നിക്ഷേപകരുടെ പണം സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നു. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ഹണിറോസ് നൽകിയ പരാതിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതിസന്ധിക്ക് തുടക്കമിട്ടത്. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നാരോപിച്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതും IT ആക്ട് ചുമത്തിയതും പ്രശ്നത്തെ കൂടുതൽ ഗുരുതരമാക്കി. ബോബി ചെമ്മണ്ണൂരിന്റെ മോശം പെരുമാറ്റം നിരവധി സ്ത്രീകളിൽ വെല്ലുവിളി സൃഷ്ടിച്ചുവെന്നാണ് ആരോപണം. ഹണിറോസ് പോലുള്ള സ്ത്രീകൾ തുറന്നു പറഞ്ഞതോടെ ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പും വിശദീകരണവും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ പൊതുസമൂഹത്തെ സംതൃപ്തിപ്പെടുത്താൻ പര്യാപ്തമായിരുന്നില്ല. ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ വിവിധ ബിസിനസ് മേഖലകളിലെ നിക്ഷേപ വർഗത്തിന്റെ ആത്മവിശ്വാസം നശിച്ചു കഴിഞ്ഞ മട്ടാണ് ഇപ്പോൾ.